ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണ ബൈപ്പാസിലുള്ള ബാവാസ് മാളിന്റെ അതിൽ പോയിട്ടുള്ള പേർലോഗോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഞാൻ വരുന്നത് മലപ്പുറം ഭാഗത്തു നിന്ന് ആയതുകൊണ്ടാണ് ഞാൻ ബാവാസ് മാളിന്റെ അതിൽ പോകുന്നത് കേട്ടോ. പല ഭാഗത്ത് വരുന്നവർക്കും പല ഭാഗത്ത് കൂടെ ആയിരിക്കും ഇങ്ങോട്ടുള്ള വഴി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏതായാലും ഇതിന്റെ മുന്നിലെത്തി ഇങ്ങോട്ട് വെറുതെ കാണാൻ വേണ്ടി വന്നാൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തല്ലുമാലിന്റെ ഒരു മീറ്റപ്പ് ഉണ്ട്, ഒരു ഓണപ്പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ആ ഒരു ഹാളിലാണ് ഞങ്ങളെ പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവരെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇരുന്ന് കഥ പറഞ്ഞാലും തീരൂല കേട്ടോ, അത്രയ്ക്ക് പറയണ്ടിട്ട് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട്. നമ്മൾ ഒരുമിച്ച് ഒരു ഫാമിലിയിലെ 25 ആളെ കൊണ്ടുവന്നാലും ഇവിടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ ഫുഡ്. അത് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. ഞാനേതായാലും കഴിച്ചത് സദ്യയാണ്. സദ്യ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്കിവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റ് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളിയായിട്ടാണ് ഇവരത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഈ കളർ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ലൊരു അടിപൊളി തീമിലാണ് ഇവരത് ചെയ്തിട്ടുള്ളത്. ഒരു പിസ്തപ്പച്ച തീമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പലയിടത്തും പല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ ഹാളിലേക്ക് പോയിട്ടോ. അപ്പോൾ പിന്നെ ഇനി ആളത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബത്തക്ക വെള്ളവും പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കണ്ടാണ് അങ്ങോട്ട് കയറിയത് കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നോ, നമ്മുടെ ജസ്യാശിക്കുണ്ടല്ലോ, സുന്ദരിക്ക് പൊട്ടിത്തടാനുള്ള പിക്ചർ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുക കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഡബിൾ സ്റ്റിക്കറൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് അതിനും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് മൂപ്പരാക്കുക. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കുമ്പോൾ ഇവിടുത്തെ കളർ തീം എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു അടിപൊളി തീം തന്നെയായിരുന്നു കേട്ടോ. ഇവർ ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കുറച്ചൊക്കെ ആൾക്കാർ എത്തിയിട്ടുള്ളായിരുന്നു, കുറച്ചൊക്കെ ആൾക്കാർ വരാനും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പാടായിട്ട് അപ്പോൾ കുറച്ച് പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പാട്ടുകാരൊക്കെ പാട്ട് പാടണം. ആ പാട്ട് ഞാൻ ഇതിൽ പഠിത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും. ഇവർ മ്യൂസിക് ഇല്ലാതെ പാടുന്ന പാട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓണത്തിന് പോയ കാഴ്ചകളും വിശേഷങ്ങളും. ഇനി നല്ല അടിപൊളി ഗെയിമുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണേ. നേരത്തെ ആരും എത്തിയില്ല, എങ്കിലും കുറച്ചൊക്കെ ആൾക്കാർ എത്തി. നമ്മള് ഇനി അധികം വൈകിക്കുന്നില്ല, കാരണം നമുക്ക് ഓർമ്മയിലാവുമ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ചെറിയ ചെറിയ പരിപാടികൾ നടത്തി, പിന്നെ 1-2 പരിപാടി ഇപ്പൊ നടത്തിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേറെ പരിപാടികൾ നടത്താം. പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഹോള് അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പേർലോഗോണാണ്. നമ്മള് ഒരുപാട് ഹാളുകൾ തേടി നടക്കുന്നതാണ്. ഈ ഓണം പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടണം. സ്ഥലം നമുക്ക് എവിടെയും കിട്ടിയില്ല. കാരണം എന്താ വെച്ചാല് ഈ ഓണത്തിന്റെ സമയത്ത് നമുക്ക് എവിടെയും ഹാള് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം. അങ്ങനെ നമുക്ക് പേർലോഗോണിനോട് ബന്ധപ്പെട്ടു അവര് നമുക്ക് വേണ്ട പോലെ സഹകരണം നമുക്ക് തന്നു. ഏറ്റവും കൂടുതൽ മുട്ടായി ആരാണ് പെറുക്കുന്നത് അവരാണ് വിജയി. മത്സരം അവസാനിച്ചിരിക്കുന്നു. വാശിയേറിയ മുട്ടായി പെറുക്കൽ മത്സരത്തിലെ വിജയി 2ാം സമ്മാനം റംസീന 46 വയസ്സുമായി 2ാം സമ്മാനം. മത്സരം വിജയി 1ാം സമ്മാനം.
എന്റെ ചാടി അങ്ങനെ എന്തായാലും മിഠായി പൊറുക്കലും ലെമൺ സ്പൂണും കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരുങ്ങാട്ടോ. അപ്പോൾ ഫുഡ് അവർ അറേഞ്ച് ചെയ്യണ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിന്ന് അപ്പോൾ ഒരു സെർവ് ചെയ്യണ വാങ്ങിയിട്ട് ഇവിടെ ഓരോരുത്തർ സെർവ് ചെയ്യാൻ തുടങ്ങി. അവർക്കൊക്കെ ഇത് സെർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർ സെർവ് ചെയ്യുക. അപ്പോൾ പിന്നെ എനിക്കും തോന്നി ഇന്ന് അപ്പം എന്താ എനിക്കൊന്ന് സെർവ് ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാനും അവരൊക്കെ ആ ഒരു പാത്രം വാങ്ങിയിട്ട് ഞാനും സെർവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല. ഈ ഒരു ഫുഡ് പറയാതിരിക്കാൻ വേണ്ടി എത്രങ്ങാനും വിഭവങ്ങളേനും കഴിച്ചാണ് കൊയങ്ങ അറിയില്ല. ചോറല്ല തോനെ തിന്നത്, കൂട്ടാനാ കുറേ തിന്നത്. അപ്പം പിന്നെ കുറച്ച് സെർവ് ചെയ്ത് കണ്ട് ഇനി ഓല തന്നെ സെർവ് ചെയ്ത് കേട്ടോ. ഓല് സെർവ് ചെയ്യണ ആ ഒരു സ്പീഡും ഇതൊന്നും കിട്ടൂല നമുക്ക്. അതിൽ പിന്നെ ഞാൻ മെല്ലെ കിച്ചണിൽ പോയി വെക്കിയത് കേട്ടോ. അപ്പം ഇത് കിച്ചണിൽ ഇത് കാണാൻ അതിലേറെ ഭംഗി കേട്ടോ. എല്ലാ സാധനങ്ങളും 2 വിധം പായസം ഉണ്ടായിരുന്നു. പായസം നല്ല രസം, അതൊന്നും ഒഴിവാക്കൂല കേട്ടോ. ഒരു മനുഷ്യനെ ചെന്നാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരിയാളാട്ടെ അവിയലൊക്കെ ഞാൻ കഴിച്ചു കൂട്ടിനൊരു കണക്കില്ല. ഞാൻ ചോറ് കുറച്ചിട്ട് കാണ്ട് അവിയലാണ് കൂടുതലും കഴിച്ചത് കേട്ടോ. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിപ്പം എത്തിയിട്ടുള്ളത് പേളിലോകം എന്ന് പറഞ്ഞൊരു ഹാളിലാണ്, വലിയൊരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഓണപ്പരിപാടിയായിട്ട് കൂടിയതാണ്. ഇതിൽ കണ്ടാൽ നമുക്കറിയാം ഇല ഇട്ടിട്ട് എല്ലായിടത്തും ഫുള്ള് സാധനങ്ങളാണ്. 35 ഐറ്റം സാധനങ്ങൾ ഇഷ്ടം. ചോറും സാമ്പാറും വെച്ചപ്പോൾ പിന്നെ സ്ഥലമില്ല. അപ്പം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വേഗം കഴിച്ചു കഴിഞ്ഞാൽ എണീറ്റതിന് ശേഷം ഞങ്ങൾ ഗെയിം ആരംഭിച്ചിട്ടോ. ആദ്യം തന്നെ സുന്ദരിക്ക് പൊട്ടിത്തരുന്ന നമ്മൾ അൻഷിഫ് മോനിക്കലാണ്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഏത് തൊപ്പി വന്നാലും ഇതാ അൻഷിഫ് മോനിക്കൽ, ഇതാ കൈകാലായി ഇതാ അവിടെ തന്നെ അവിടെയല്ല ഒന്നുകൂടി ബിസ്മില്ലികളാ ഒന്നുകൂടി ബിസ്മില്ലികളാ. അങ്ങനെ സുന്ദരിക്കൊക്കെ പൊട്ടിത്തൊടൽ കഴിഞ്ഞാണ്ട് പിന്നെ കസാലക്കളി ചെയ്യുന്നുണ്ടോ. കസാലക്കളിയിൽ മ്യൂസിക് ആട്ടിൻ്റെത്. അപ്പം മ്യൂസിക് ഇത് കോപ്പിറൈറ്റ് വരുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ അത് ഇതിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അങ്ങനെ സുന്ദരിക്ക് പൊട്ടിത്തൊടലിൽ എനിക്കാണ് ഫസ്റ്റ്, ഞാനാണ് വിജയിച്ചത്. അത് ഞാൻ വിജയിച്ചത് വീഡിയോ എടുക്കാൻ അപ്പം എന്തെന്നറിയില്ല, ആരും എടുത്തില്ല, എന്താണെന്നറിയില്ല, എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല കേട്ടോ. എൻ്റെ ഫോണിൽ എന്തായാലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് എനിക്കായിരുന്നു. പിന്നെ ലെമൺ സ്പൂണിൽ ഫസ്റ്റ് അൻഷിഫ് മോനിക്കലായിരുന്നു. അതുപോലെ മുട്ടായി പൊറുക്കലിൽ ഫസ്റ്റ് കേൽ മലപ്പുറം. പിന്നെ അതേപോലെ ഈ കസാലക്കളിയിലും കേൽ മലപ്പുറം തന്നെയായിരുന്നു ഫസ്റ്റ് കേട്ടോ. അങ്ങനെ എല്ലാവരും കളിച്ച് രസിച്ച് ഗെയിമുകളൊക്കെ എല്ലാവരും ഒരുവിധം ഗെയിമിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് നല്ല രസമുള്ള പ്രോഗ്രാമായിരുന്നു കേട്ടോ. അതാ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഏതായാലും ഈ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളെ ബിസ്മി വ്ളോഗിനെ നമ്മൾ ആഷി തള്ളിയിടുന്നുണ്ട് കേട്ടോ. ആ രംഗം മുഴുവൻ കിട്ടിയിട്ടില്ല എൻ്റെ ഫോണിൽ. ഏതായാലും അങ്ങനെ നമ്മളെ കേയിൽ ജയിച്ചു. അടിപൊളിയായിട്ട് തന്നെ കസാലക്കളിയിൽ സൂപ്പർ വിന്നർ കേൽ മലപ്പുറം. ഒന്നാം സമ്മാനം അൻഷിഫ് മോനിക്കലിന് സമ്മാനം നൽകുന്നത് കേൽ മലപ്പുറം. അത് ഏറ്റവും വേണ്ടി അൻഷിഫ് മോനിക്കലിനെ സ്നേഹിക്കുന്നു. നമ്മൾ ഈ സോപ്പിന്റെ സമ്മാനമൊക്കെ കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കുളിക്കാതെ നല്ല സ്മെല്ലുണ്ട്. അതുകൊണ്ടാണ് നമ്മള് സോപ്പ് പ്രത്യേകം നമ്മൾ പറഞ്ഞ് തയ്യാറാക്കി
നൽകിയത്. അപ്പോ കൊടുക്കുന്നതിന് വേണ്ടി ജെസിയ ഷിനെ ക്ഷണിക്കുന്നു. ജെസിയ അസ്മാവിക്ക് കിട്ടി കേരളത്തിന്റെ ഉപദേശം കൊണ്ട് അല്ല നല്ല മുട്ട പിന്നെ അപ്പൊ ഒരാഴ്ച രണ്ടാം സമ്മാനം മുട്ടായി കൊണ്ടൽ ഒന്നാം സമ്മാനം കേരളമുണ്ടോ? രണ്ടാം സമ്മാനം വിതരണം ചെയ്യുന്നത് ഒന്നാം സമ്മാനം കേരളം ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം കേരളം ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി ഡിസ്നി വാഹനം ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഡിസ്നി വാഹനം വാങ്ങുന്നതിന് വേണ്ടി കേരളം പ്രദർശിക്കുന്നു. ഈ സ്റ്റേജ് ഇവിടെ പെട്ടെന്ന് കാലിയാക്കേണ്ടത് അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇവരൊരു ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ ഓണം സദ്യ പാക്ക് ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ഫാമിലിനെ ഏറ്റവും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബുക്ക് ചെയ്താൽ മതി. ഇത് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. ഇത് നല്ല നിങ്ങൾക്ക് എന്ത് സദ്യയൊക്കെ വേണമെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.